അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് റേഡിൽ സോംബി വൈറസും കയത്തിന് ഫ്രാങ്കിലും കയത്തിന് അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ അടുത്തൊരു നായ്ക്കുട്ടിയും കയത്തിനാണ്. ഇതിന്റെ ഫ്രണ്ടിന്റെ നായ്ക്കുട്ടിയും കയത്തിനാണ്. അപ്പൊ ഇതിന്റെ പേര് ടോമിയും കയത്തിന്. അപ്പൊ നമ്മള് ബീച്ച് സൈഡിൽ കയത്തിന് പോവാണ്. പിന്നെ ഫ്രണ്ട് കയത്തിന് എവിടെ പോകണം നമ്മൾ നോക്കാനും കയത്തിന് പറഞ്ഞു വെച്ചാൽ അപ്പൊ നമ്മള് ബീച്ച് സൈഡിൽ കയത്തിന് മുകളിൽ കയറിയാണ് പോകാന്ന് വെച്ചാൽ നമ്മളടുത്തൊരു ബൗളും കയറ്റുണ്ട്. അത് ഇറങ്ങി നമ്മൾ എടുത്തു കൊണ്ടുവന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പരീക്ഷിച്ച് നോക്കാം. ഇറങ്ങിയാണ് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ബൗളും കയത്തിന് ഇറങ്ങി നോക്കാം. നമ്മൾ എടുത്തു കൊണ്ടുവരാന്നല്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ട് ടോമിയെ എടുത്തു കൊണ്ടുവരാ ഞാൻ അറിഞ്ഞില്ലേ. ടോമി ഇഞ്ചി പോയി എടുത്തോണ്ട് ഒന്നും പറഞ്ഞിട്ട് കേൾക്കില്ല. ഗൈസ് പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സംഭവിക്കുന്നില്ല. ഗൈസ് കടലിന്റെ എടുത്തൊക്കെ പോയിക്കില്ല. എടുക്കാൻ ഗൈസ് എടുത്ത് തിരിച്ചു വരുന്നുണ്ട്. എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് നേരെ തിരിച്ച് വീട്ടിൽ കാര്യത്തിനും പോവാം. അപ്പൊ എന്തായാലും ഇതിന്റെ മൊയിലാളിയും കാര്യത്തിന് വരാനായിരിക്കുന്നത്. ടോമിന്റെ മൊയിലാളി കുറച്ച് ഞാൻ വരുന്ന പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ കാര്യത്തിന് കൊണ്ടുവെക്കാൻ മുതലാളിയും കാര്യത്തിന് കൊണ്ടുപോയി. പക്ഷേ എന്താ മാറ്റം കാര്യത്തിനാണ്. ഇത് നടക്കണില്ല മണ്ടണില്ല എന്തൊക്കെ കുഴപ്പം കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും കുഴപ്പം നമുക്ക് നേരെ എന്തായാലും വീട്ടിൽ കാര്യത്തിന് പോയ വീട്ടിലെ ഉള്ളിൽ കാര്യത്തിന് കയറ്റാ. പക്ഷെ അതിന് വീട്ടിൽ കാര്യത്തിന് എത്തിയില്ല. അപ്പൊ നമ്മൾ വെറുതെ ബീച്ച് സൈഡിൽ കാര്യത്തിന് കൊണ്ടുപോയി നമ്മളൊന്ന് പണിക്ക് ഒഴിവാക്കിയാണ് ഇതിനെ പോയിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ വീട്ടിൽ കാര്യത്തിന് ഇവിടെ നമുക്ക് എടുക്കാൻ പാടില്ല. ക്ഷീണം കാര്യത്തിന് നമ്മൾ രാവിലെ തന്നെ ഇതിനെ കൊണ്ടുവരാൻ പോയത് നമ്മൾ ഫ്രണ്ടിന്റെ അടുത്ത് കാര്യത്തിന്. അപ്പൊ നല്ല ക്ഷീണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും കെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിൽ കെടുന്ന് രാവിലെ എന്തെങ്കിലും കാണാം. പക്ഷേ കുറെ കെടുന്നു ടോമി കയറ്റിന ടോമി കയറ്റിനെ തോന്നുന്നുണ്ട്. ഇത്ര വെൽപ്പായി ടോമി കയറ്റിന ഇതിനെന്താ കുഴപ്പം കയറ്റുന്ന ടോമിയുള്ള കുരക്കടും കയറ്റുന്നുണ്ട്. പക്ഷെ എന്ത് സംഭവം യാതൊരു നമുക്ക് എന്തെങ്കിലും ഇവിടെ നിൽക്കുന്ന സേഫ് കാര്യം നമുക്ക് നേരെ പുറത്ത് കയറ്റാൻ മണ്ട. പക്ഷെ എന്തെങ്കിലും പുറത്തും കയറ്റിന് എന്താ നോക്കുക ടോമിന് എന്തൊക്കെ മാറ്റം കയറ്റി നമ്മളെ കൊടുന്നപ്പോ തന്നെ മനസ്സിലാക്കി. എന്തായാലും നമുക്ക് നേരെ പുറത്തും കയറ്റിന് മണ്ട. പുറത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാകും നമുക്ക് നേരെ നോക്കിയാൽ പുറത്തും കയറ്റി മണ്ടിന്റെ പുറത്തും കയറ്റിന് സോമിങ് കയറ്റിന് ഇവിടെ ഫുള്ളും സോമിങ് കയറ്റിന്. പക്ഷെ നമുക്ക് നേരെ തിരിച്ച് വീട്ടുകാർക്ക് ഇവിടും സോമിങ് കയറ്റിനുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും വീട്ടുകാരുടെ ന്യൂസും കയറ്റിന് വെച്ച് നോക്കാം എന്തെങ്കിലും കുഴപ്പമുണ്ടാകും. ഇവിടെ ടോമിങ് കയറ്റിനുണ്ടാവില്ല. പക്ഷെ ഇവിടുന്ന് ടോമിങ് കയറ്റിന് പോയിക്കണി എവിടെ പോയി നേരം ന്യൂസും കയറ്റിന് വെച്ച് നോക്കാം. ന്യൂസിൽ ഫുള്ള് സോമിങ് കയറ്റിന് ഇവിടുത്തെ MPC കയറ്റിന് സോമിങ് കയറ്റിന് അയക്കണേ. ഇവിടെ ഫുള്ള് സിറ്റിയില് ഫുള്ള് സോമിങ് കയറ്റിന് അയക്കണേ. അതായത് പുറത്തേക്ക് ഇറങ്ങുന്നൊക്കെ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ എന്താന്ന് യാതൊരു അറിയില്ല. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാൻ നമുക്ക് യാതൊരു അറിയില്ല. ഫുള്ള് സോമിങ് കയറ്റിന് അങ്ങനെ നമുക്ക് ആരെ കോളും കയറ്റി ഫോർത്ത് നോക്കുക. അതായത് ഇത് ഞാൻ ഒരാളാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ സോമിങ് കയറ്റിന് ടണലിംഗ് കയറ്റിനെ ഒളിച്ചു നിൽക്കാനെ പോണേ. ആ ടണലിംഗ് കയറ്റിന് നമ്മുടെ ഡ്രൈവർ സ്റ്റേഷന്റെ ബാക്കിലും കയറ്റിന് അവിടെ പോയ ടണലിംഗ് കയറ്റിന് ഡ്രൈവർ സ്റ്റേഷനിൽ ബാക്കിലുണ്ട്. അവിടെ ഇപ്പൊ സോമിങ് കയറ്റി നിൽക്കാതെ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് കയറ്റി പോയി നോക്കാം. അയാൾ പറഞ്ഞതാണ് ആരാന്നൊന്നല്ല. അപ്പൊ നമുക്ക് നേരെ ഒരു മുടി വെക്കണം. മുടിയുണ്ട് അതേപോലെ തന്നെ മാസ്കും കയറ്റിട്ടാണ് പോകാന്ന് വിചാരിച്ചു. മഴയുണ്ട് അതൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ കണ്ടാൽ തന്നെ മനസ്സിലാവാത്ത ലുക്കും കയറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് മാസ്ക് കയറ്റി ഊരാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളെ വണ്ടി കയറ്റിട്ടാണ് അങ്ങോട്ട് പോയ ഡ്രൈവർ സ്റ്റേഷനിൽ ബാക്കി എന്താ നമ്മൾ ഇതുവരെ കണ്ട് പരിചയം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോയി നോക്കാം. ഡ്രൈവർ സ്റ്റേഷന്റെ അവിടെ നിന്ന് പോയാൽ നമുക്ക് നേരെ പോകാൻ പറ്റുന്നേക്കാം. അപ്പൊ എന്തായാലും പോയി നോക്കാം. വൈകുന്നേരത്തെ നമുക്ക് തിരിച്ചറിയില്ല. പക്ഷെ ഇപ്പൊ റോഡ് മേലെ സോംബി ഉണ്ടാവാൻ സാധ്യത. അപ്പൊ നോക്കാം. പക്ഷെ റോട്ടിൽ നടക്കുന്ന സോംബി കയറ്റുന്നുണ്ട്. ഇവിടെ വണ്ടികളൊന്നും ഓടില്ല. നമ്മൾ മാത്രമേ ഓടുള്ളൂ. പിന്നെ പുറത്ത് കിടക്കുന്നൊക്കെ പറയുന്നത് സോംബി കയറ്റിന് അറ്റാക്ക് ഉണ്ടാവുന്ന പറഞ്ഞാൽ എല്ലാവരും പുറത്ത് കിടക്കാത്തതാണ്. ആരും പുറത്ത് കിടക്കുക നമ്മൾ അത്യാവശ്യമായിട്ട് പോരാ. നമ്മൾ പുറത്ത് കിടക്കാൻ പാടില്ല. അപ്പൊ എല്ലാവരും ഡ്രൈവർ സ്റ്റേഷനിൽ എത്തില്ല. അപ്പൊ ഈ കൂടെ ഇങ്ങോട്ട് പോകാൻ നമ്മളൊരു ഫ്രണ്ട് കയറ്റിന് പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും നേരെ പോയി നോക്കാം. പോയി കുറച്ച് കഴിഞ്ഞാൽ കാണുക. അപ്പൊ നമ്മൾ നേരെ നിങ്ങളെ പോയി നോക്കണേ. എത്തുമ്പോ കാണാൻ സംഭവ സ്ഥലത്ത് കയറ്റിട്ട് ഇത് ആർമി യൂസ് ചെയ്ത സ്ഥലം കയറ്റിന് തോന്നുന്നുണ്ട്. പണ്ട് ആർമികളൊക്കെ യൂസ് ചെയ്ത സ്ഥലം കയറ്റിന് അതേപോലെ തന്നെ സാധനം കയറ്റുന്നുണ്ട്. ആർമിന്റെ കുറെ വെപ്പൺസ് അതേപോലെ തന്നെ ഒക്കെ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലത്തിന്റെ മാതിരി തന്നെയാണ്. അതേപോലെ 9, 12 കയറ്റുന്ന നിൽക്കുന്നത് ഇതൊക്കെ ആർമിന്റെ സ്ഥലങ്ങളും കയറ്റിന് തോന്നുന്നു. ഇവിടെ എന്താ പണി നടക്കുന്ന ഒരു മെഷീന്റെ വണ്ടി കയറ്റുന്നുണ്ട്. എന്തൊക്കെ സംഭവം കയറ്റുന്നത്. അപ്പൊ ഇതിന് ബോക്സും കയറ്റുന്നത് ഈ ബോക്സിൽ വെപ്പണും കയറ്റാണ് യാതൊരു അറിയില്ല. അപ്പൊ എന്തെങ്കിലും അടുത്ത സ്ഥലത്ത് കയറ്റത്തിന് ഇവിടൊക്കെ എന്തൊക്കെ ഒരു ബിൽഡിംഗ് കയറ്റുന്നത്. ഇവിടെ സോംബി വരാൻ സാധ്യത ഉണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ വന്ന് നോക്കണേ. ഇവിടെ സോംബി ഉണ്ട്. സോംബിനെ ആക്രമിക്കാൻ പറ്റും. എന്തെങ്കിലും നമ്മൾ സോംബിനെ തടുത്താൽ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ സോംബി വന്ന് നിൽക്കാൻ സാധ്യത. അപ്പൊ എന്തെങ്കിലും നമ്മൾ നോക്കണം. എല്ലാ ഭാഗവും ഉള്ളുകൂടെ ഒക്കെ നോക്കാൻ പോണേ. ഇവിടെ ഒക്കെ തടഞ്ഞു നിൽക്കാൻ എന്തെങ്കിലും തടഞ്ഞു നിൽക്കണ്ട. അതേപോലെ നമ്മൾ കാണാത്ത ഭാഗമൊക്കെ ഉണ്ടാന്ന്. ഇതൊക്കെ നമ്മൾ പണ്ടുള്ള സംഭവം കയറ്റുന്നത്. ഇതൊരു വില്ലേജിങ് കയറ്റിനാണ്. പണ്ട് യൂസ് ചെയ്ത വില്ലേജിങ് കയറ്റിന്. പണ്ടത്തെ ആൾക്കാരൊക്കെ പോയി ഇപ്പൊ ഉപയോഗമൊന്നും ഇല്ലാത്തൊരു വില്ലേജിങ് കയറ്റിനാണ്. അപ്പൊ വില്ലേജിന്റെ ഉള്ളും കയറ്റിന് എന്താ വരുന്നത് നല്ല ചളിയൊക്കെ പൊടിച്ച് ആരും ഉപയോഗമൊന്നും ഇല്ലാത്തൊരു വില്ലേജിങ് കയറ്റിന്. കണ്ടിട്ട് തന്നെ മനസ്സിലായി കുറെ മുന്നേ ഉപയോഗിച്ച വില്ലേജിങ് കയറ്റിന്. നല്ല ഐക്കും കയറ്റിന്. അതേപോലെ നല്ല ഡാമേജും കയറ്റുന്നുണ്ട്. കുറെ വില്ലേജ് കുറെ കാട് അതേപോലെ വീടും കയറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നേക്കണം വില്ലേജും കയറ്റിന് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. അതല്ല പോസ്റ്റും കാലം കയറ്റി ചെയ്തിട്ട് ഇവിടെ ഇപ്പൊ ആരും ഉപയോഗിക്കില്ല. അപ്പൊ ഇവിടെ സോംബി കയറ്റി നിൽക്കാനുള്ള സാധ്യത കയറ്റി നമുക്കുള്ളത്. അപ്പൊ ഇതെന്തായാലും നമുക്ക് എന്താ ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ എന്തെങ്കിലും സോംബി ഉണ്ടാകും നമുക്ക് നേരെ പറയാൻ പറ്റും. അപ്പൊ എന്തായാലും നോക്കാനായിട്ട് വേണം ഫ്രണ്ട് പറഞ്ഞപ്പോ വന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കാണില്ല. ഇതിന്റെ ഉള്ളിൽ എന്താ ഇവിടെ ഉള്ളിലായിട്ട് എന്താണ് തോന്നുന്നുണ്ട്. പക്ഷെ ഇതെന്താ റേഡിയോ ഇതെന്താ റേഡിയോന്റെ അങ്ങനത്തെ പണ്ടത്തെ എന്താ റേഡിയോ സംഭവം കയറ്റിന്. പക്ഷെ അപ്പൊ എന്തായാലും നമ്മൾ നേരെ ഇറങ്ങി നോക്കിക്കണം. അപ്പൊ ഇതെന്താ സംഭവം യാതൊരില്ല.
നമുക്ക് ഇത് ഓൺ ആക്കാൻ പറ്റും തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഓൺ ആക്കി നോക്കാം. എന്തായാലും റേഡിയോന്റെ മാതിരി തോന്നുന്നു. അപ്പൊ നമുക്ക് നേരെ രണ്ടും കൽപ്പിച്ച് ഓൺ ആക്കാൻ പോവാണ്. അപ്പൊ എന്തെങ്കിലും ഓൺ ആവുമെന്ന് യാതൊരില്ല. അപ്പൊ എന്തെങ്കിലും ഏത് ബട്ടനും കാര്യത്തിൽ നെക്കി നോക്കാം. ബട്ടൺ നെക്കി ഓൺ ആവുമെന്ന് യാതൊരില്ല. അപ്പൊ എന്തെങ്കിലും ബട്ടൺ നെക്കി നോക്കണം പോകണമെങ്കിൽ പക്ഷേ ഈ ബട്ടൺ നെക്കാത്തതിന് താനെ ഓൺ ആയിരിക്കണം. അപ്പൊ യാതൊരില്ല. അപ്പൊ ഇത് GPS കാര്യത്തിന് നമുക്ക് ലൊക്കേഷനും കാര്യത്തിനും പറഞ്ഞു തരാൻ പോകണം. അപ്പൊ നമുക്ക് സോംബിനെ അറ്റാക്ക് ചെയ്യാൻ വാളിന്റെ ലൊക്കേഷൻ കാര്യത്തിന് പറഞ്ഞു തരുന്നതേക്കണം. അപ്പൊ ഇതാണ് GPS കാര്യത്തിന്. അപ്പൊ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇതാണ് നമ്മൾ പെട്രോളിന്റെ മുകളിലും കാര്യത്തിലാണ് വാളും കാര്യത്തിലല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വണ്ടി കാര്യത്തിന് പെട്രോൾ നമുക്ക് വയനായിട്ട് നമ്മൾ നേരെ ചലഞ്ച് കാര്യത്തിന് ചെയ്യേണ്ടി വരും. അപ്പൊ എന്തായാലും നമുക്ക് ചലഞ്ച് ചെയ്യാൻ ലൊക്കേഷൻ കാര്യത്തിന് അങ്ങനെ എത്തിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ചലഞ്ച് കാര്യത്തിന് നമുക്ക് വണ്ടി എടുത്ത് ചെയ്യാൻ പറ്റിയ ഒരു ബൈക്കും കാര്യത്തിന് പെടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ കാറിന് ഇറങ്ങിയാണ് ബൈക്കും കാര്യത്തിന് എടുത്ത് പോകാന്ന് വിചാരിച്ച്. അപ്പൊ നമ്മൾ ജീപ്പിൽ നിന്നൊക്കെ ഇറങ്ങിയാണ് ബൈക്കും കാര്യത്തിന് എടുത്താണ് പോകാൻ കുറച്ചുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ബൈക്ക് കാര്യത്തിന് എടുക്കാൻ പോകുന്നത്. ബൈക്ക് എടുത്താൽ ഇതിൽ സുഖമായിട്ട് പോകാൻ വേണ്ടിയുള്ളൂ. കാർ എടുത്താൽ അത്ര സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ബൈക്ക് എടുത്ത് നമുക്ക് നേരെ നമ്മളെ കാറും കാര്യത്തിന് എടുത്ത് പോകാൻ പറ്റണമെങ്കിൽ അപ്പൊ എന്തായാലും ഞാൻ ബൈക്കും കാര്യത്തിന് എടുത്ത് പോണേ. നമുക്ക് നേരെ ഷോർട്ട് ബൈക്കും കാര്യത്തിന് പോകാൻ പറ്റുമെങ്കിൽ ഇവിടെ നേരെ എടുത്ത് പോകാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും പെട്ടെന്ന് അവിടെ എത്തിയിട്ട് എന്തെങ്കിലും പെട്രോൾ പമ്പിന്റെ മുകളിൽ എത്തിയത് എങ്ങനെ പോയാലും വേണ്ടില്ല. അപ്പൊ എന്തായാലും ഇതിൽ കൂടെ പോയാൽ മാത്രമേ പെട്രോൾ പമ്പിന്റെ മുകൾക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഓപ്ഷനും ഇല്ല പെട്രോൾ പമ്പിന്റെ മുകൾക്ക് കയറാൻ വേണ്ടി. ബൈക്കേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇവിടുന്ന് ഒരു ഓപ്ഷൻ കാര്യത്തിന് എങ്ങനെ വെട്ടിച്ചെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഇവിടുന്ന് നേരെ വെട്ടിച്ച് അതിന്റെ അപ്പുറത്ത് വെക്കാം. അപ്പൊ അപ്പുറത്ത് കണ്ണീറും കാര്യത്തിന് അവിടുന്ന് വെട്ടിച്ചാൽ പറ്റാത്തത് ഞാൻ നേരെ ഇതിൽ കൂടെ പോയി വാളിച്ച് കണ്ട് കണ്ണീരിന്റെ മുകളിൽ കൂടെ അങ്ങനെ പോയിട്ട് ഞാൻ എന്താ നമുക്ക് നേരെ അറിഞ്ഞാൽ മാത്രമേ വെട്ടിച്ചാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇതിൽ കൂടെ ഇങ്ങനെ വളഞ്ഞു പോകണ്ടേ. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞാൻ ബാക്ക് എടുത്താണ് കുറച്ചും കൂടെ എടുക്കാതെ വെച്ചത്. ബാക്ക് എടുത്താണ് മുന്നിൽ കണ്ടെടുത്തത്. അപ്പൊ അതിന് റാമ്പും കയറ്റുന്നത് റാമ്പിന്റെ മുകളിൽ കണ്ടെയ്നറും കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെ വിൽക്കാതെ പോകണം. അപ്പൊ മാക്സിമം വിൽക്കാതെ തന്നെയാണ് കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെ പോകാൻ നോക്കുന്നത്. അപ്പൊ കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ലാതെ പോയി കിട്ടുന്നുണ്ട്. അപ്പൊ കണ്ടെയ്നറും കയറ്റുന്ന ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ അപ്പൊ ഇവിടെ വെച്ച ടാസ്ക് കയറ്റുന്നത് നമ്മൾ ബൈക്കാണ് കുടുങ്ങിക്കാൻ സാധനം ആ ഭാഗത്തിൽ കൊടുത്തില്ല. അപ്പൊ അതിൽ വേസ്റ്റ് ബിന്നിന്റെ അപ്പുറത്ത് നമ്മൾ ചാടി. അപ്പൊ അതിൽ ചാടിച്ചിട്ട് കുഴപ്പമില്ല. നമുക്ക് നേരെ സൈഡിൽ കൂടെ എടുത്താണ് ഇതിൽ കൂടെ കയറി പോവാം. അങ്ങനെ അതിൽ കൂടെ എടുത്ത് പോകണ്ട. അപ്പൊ ഇവിടെ കുഴപ്പമില്ലാതെ പോകണ്ട. ഇവിടെ അത്ര ടാസ്ക് കയറ്റാനില്ലാത്ത സ്പീഡിങ് കയറ്റാൻ പോകാൻ നോക്കുന്നത്. അപ്പൊ സ്പീഡ് പോകാൻ റാമ്പ് കയറ്റാൻ ആയിക്കൂടെ ചാടി അപ്പുറത്തേക്ക് ചാടാൻ നോക്കണേ. അപ്പൊ നല്ല പാകത്തിന് ചാടിന്. പക്ഷെ എന്താ മിസ്റ്റേക്ക് ഞാൻ കാണിച്ചില്ല. കുറച്ചാണ് വളച്ചു പോയപ്പോ റാമ്പിന്റെ അപ്പുറത്തേക്ക് ചാടി നല്ല ചാടി നല്ല കൃത്യം കയറ്റിന്. അപ്പൊ ഞാൻ ഒന്നുകൂടെ സെറ്റ് ആക്കിയിട്ട് ഈ റാമ്പിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അപ്പുറത്തെ ബിൽഡിംഗ് എത്തണം. അപ്പൊ എന്തെങ്കിലും നമ്മൾ റാമ്പിന്റെ മുകളിൽ കൂടെ ചാടിയിട്ട് നല്ല സ്പീഡ് വേണം. എന്നാലും കുറച്ച് സ്പീഡ് കുറക്കണം. അപ്പൊ എന്തായാലും ആ ബിൽഡിങ്ങിന്റെ മുകളിൽ എത്തണം. പക്ഷേ ബിൽഡിങ്ങിന്റെ അടുത്ത് അപ്പൊ റാമ്പ് കൂടെ അപ്പുറത്തെ ബിൽഡിംഗ് റോഡിന്റെ അപ്പുറത്ത് ക്രോസ് ചെയ്യണം. അപ്പൊ എന്തായാലും അതും ക്രോസ് ചെയ്താണ് ആ ബിൽഡിങ്ങിൽ എത്തില്ല. അപ്പൊ ഞാൻ അടുത്ത കണ്ടെയ്നർ കയറ്റി കണ്ടെയ്നർ കുറച്ച് ടാസ്ക് കയറ്റി എന്താ വെച്ചാൽ നേരെ പോയി ഇങ്ങോട്ട് പോലെ പിന്നെ നേരെ പോയി ഇങ്ങോട്ട് പോലെ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ വളഞ്ഞാൻ പറ്റും. അപ്പൊ കാർ ഇതിനായിട്ട് സുഖേരി. അപ്പൊ ഇവിടെ ബൈക്കാണ് സുഖം. അപ്പൊ ഇവിടെ മാത്രമേ കാറിന് ഒരു ഇത് മാത്രമേ ബാക്കിയൊക്കെ നമുക്ക് ഈ ബൈക്കായിട്ട് പോകാൻ പറ്റുന്നെങ്കിൽ എന്തായാലും നമുക്ക് പുറത്തേക്ക് ചാടാൻ പറ്റും. പക്ഷെ ഇതിക്കൂടെ പുറത്തേക്ക് ചാടി അവിടുന്ന് യൂസ് ഒന്നും ആവില്ല. അതുകൊണ്ട് ഞാൻ ഇതിക്കൂടെ മുകളിൽ കൂടെ പോകാൻ വിചാരിച്ചു. ഇവിടെ സ്പീഡ് കിട്ടി എന്തെങ്കിലും ഗ്യാപ്പ് തങ്ങിക്കാനുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് സൈഡിലേക്ക് എടുത്തതാണ് എന്തെങ്കിലും പാകത്തിന് കിട്ടിയത്. അപ്പൊ ഈ കണ്ണീറിന്റെ മുകളിൽ കൂടെ ഞാൻ കയറി ഞാൻ സൈഡ് എടുത്താണ് നമുക്ക് നേരെ പെട്രോൾ പമ്പിന്റെ അടുത്താനേ. അപ്പൊ എന്തായാലും ഇതിൽ കൂടെ വെട്ടിച്ചാണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ നേരെ പെട്രോൾ പമ്പിന്റെ മുകൾക്ക് കയറ്റുള്ള ഓപ്ഷൻ കയറ്റുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ പോകാനാണ് പെട്ടെന്ന് കയറാന്ന് വിചാരിച്ചു. അപ്പൊ നമ്പർ നല്ല സ്പീഡ് കയറ്റാൻ വിട്ടാൽ നമ്മൾ പെട്രോൾ പമ്പിന്റെ മുകൾക്ക് കയറ്റാൻ എത്തുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് സ്പീഡ് കയറ്റാൻ ഇട്ടാണ് റാമ്പിന്റെ മുകളിൽ കൂടെ നമുക്ക് നേരെ പെട്രോൾ പമ്പിന്റെ മുകൾക്ക് കയറ്റാൻ ചാടാൻ പോകണം. അങ്ങനെ പെട്രോൾ പമ്പിന്റെ മുകൾക്ക് കയറ്റാൻ അങ്ങനെ ചാടിക്കണേ. അപ്പൊ എന്തായാലും വാളും കയറ്റാൻ എടുക്കുക. പക്ഷെ ഇതാണ് നമ്മളെ വാളും കയറ്റുന്നത്. നല്ല പവറും കയറ്റാനുള്ളത്. ഒറ്റ വെട്ടിയ സോംബി കയറ്റിനെ അറ്റാക്ക് ചെയ്തു ചത്തു പോകും. അപ്പൊ നമുക്ക് നേരെ എടുത്താണ് നമുക്ക് നേരെ ബൈക്കിലാക്കാം. പക്ഷേ ബൈക്കിലാക്കി നമുക്ക് നേരെ പോകുക. ഇപ്പോഴത്തെ സോംബി കയറ്റിന് പോയിക്കണം. ഇപ്പൊ വണ്ടി കയറ്റിന് പോകണ്ട. അതേപോലെ MPC കയറ്റുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമില്ലാത്ത തോന്നുന്നു. അപ്പൊ ഇവിടുത്തെ സോംബി കയറ്റിന് അങ്ങോട്ട് പോയിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോയി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് നേരെ പെട്ടെന്നാണ് സോംബി കയറ്റിന് വരാൻ സാധ്യത. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇവിടെ എത്തിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ സോംബി കയറ്റിന് ആക്രമിക്കാൻ വന്നില്ല. അപ്പൊ എന്തെങ്കിലും കണ്ടാൽ നെട്ടിനെങ്കിൽ അപ്പൊ ഇതാണ് സോംബി കയറ്റിന് നമ്മൾ വന്നിക്കുന്നത്. അങ്ങനെ ഒരു സോമിനും കാര്യത്തിനെ ആക്രമിച്ച. അപ്പൊ ബാക്കിയുള്ള സോമിങ് കാര്യത്തിന്റെ ഇതൊക്കെ ടാസ്ക് കാര്യത്തിന് എത്ര ബുദ്ധിമുട്ട് കാര്യത്തിന് ഇതൊക്കെ ആക്രമിക്കാൻ ഇതൊക്കെ ടാസ്ക് കാര്യത്തിനാണ്. അപ്പൊ എല്ലാവരും ആക്രമിക്കുക. എന്താ ബാക്കിലും കാര്യത്തിൽ സൗണ്ട്